ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മുടെ പുതിയ S4-ൻ്റെ ഒരു പുതിയ സബ്ജക്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റാണ്. S3 BCom കുട്ടികൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേരിലും, S4 BCom കുട്ടികൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേരിലും, S4 BBA കുട്ടികൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേരിലുമാണ് ഈ ടോപ്പിക്ക് സബ്ജക്റ്റ് കൊടുക്കുന്നത്. ഇതിൽ BCom കുട്ടികൾക്ക് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ 4ഉം 5ഉം മൊഡ്യൂളാണ്. 3 മൊഡ്യൂൾ ഞാനും 2 മൊഡ്യൂൾ നമ്മുടെ സുധാ മിസ്സുമാണ് എടുക്കുന്നത്. BBA കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 3 മൊഡ്യൂൾ ഞാനും അതുപോലെ തന്നെ 2 മൊഡ്യൂൾ നമ്മുടെ മഞ്ജു മിസ്സുമാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സുധാ മിസ് ചിലപ്പോൾ ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരിക്കും കുട്ടികൾക്ക്. അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക, അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് കാൽക്കുലേഷൻ ഓർ കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ് നോക്കാം നമുക്ക്. അതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതൊക്കെ ആദ്യത്തെ മൊഡ്യൂളിലാണ്. അത് സുധ മിസ് എടുക്കുന്ന ടോപ്പിക്കാണ്. ടീച്ചർ അത് കൃത്യമായിട്ട് എടുത്തു തരും. നമുക്ക് തുടങ്ങാനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂൾ വെച്ചിട്ടാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ തുടങ്ങുന്നത് മെറ്റീരിയൽസ് എന്നുള്ള അല്ലെങ്കിൽ എന്താണ് ടോപ്പിക്കിൻ്റെ ഹെഡ് തന്നെ, ആ ചാപ്റ്ററിൻ്റെ ഹെഡ് തന്നെ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അതിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BComനും BBAക്കുമുള്ള കോമൺ ടോപ്പിക്കുകളിൽ ഒന്ന് മാത്രമാണ് ഈ ചാപ്റ്റർ, രണ്ടാമത്തെ മൊഡ്യൂൾ. BBAക്ക് ചിലപ്പോൾ മൊഡ്യൂൾ വ്യത്യസ്തമായിരിക്കും, വേറെ സെപ്പറേറ്റ് മൊഡ്യൂളായിരിക്കും. എങ്കിലും ഈ മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്ക് അവർക്കുള്ള കാരണം കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്, ഈ ഒരു മൊഡ്യൂളിൻ്റെ ക്ലാസ് എന്തായാലും 2 പേർക്കും ഒന്നിച്ച് കമ്പൈൻഡ് ക്ലാസ് ആയിരിക്കും. S4 BBAക്കും S4 BComനും കമ്പൈൻഡ് ക്ലാസ് ആയിരിക്കും. ഇനി നമുക്ക് മെറ്റീരിയൽസിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് കോസ്റ്റ് എന്നുള്ളതാണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ നമുക്ക് പ്രധാനമായിട്ടും കോസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റിൻ്റെ പ്രത്യേക അല്ലെങ്കിൽ കോസ്റ്റിനെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും കോസ്റ്റിനെ നമുക്ക് 3 എലിമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ എലിമെൻറ്റ് വൈസായിട്ട് കോസ്റ്റ് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. 3 പ്രധാനപ്പെട്ട എലിമെൻ്റാണ് കോസ്റ്റിനുള്ളത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്, മാനുഫാക്ചറിങ് നടത്തുകയാണ്. അപ്പോൾ അതിന് വന്നിട്ടുള്ള കോസ്റ്റിൻ്റെ ആകെത്തുകയാണ് നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസിൻ്റെ ആകെത്തുകയായിട്ടുള്ള കോസ്റ്റിനെയാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോസ്റ്റിനെ നമുക്ക് 3 പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ് ആയിട്ട് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ മെറ്റീരിയൽസ് എന്നുള്ള എലിമെൻ്റാണ്. രണ്ടാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ലേബർ. മൂന്നാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ്. അപ്പോൾ 3 എലിമെൻ്റായിട്ടാണ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ എക്സ്പെൻസസ്. ഇനി ഈ ഓരോ എലിമെൻറ്റ്സിനെയും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും സബ്ഡിവൈഡ് ചെയ്യാം. ഓൾ എലിമെൻറ്റ്സ് ആർ അഗെയിൻ സബ്ഡിവൈഡ് ഇൻടു 2, അല്ലേ? എല്ലാ എലിമെൻറ്റിനെയും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സബ്ഡിവൈഡ് ചെയ്യാം. സബ്ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്, ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ലേബറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ലേബർ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ലേബർ. അതുപോലെ തന്നെ എക്സ്പെൻസസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അല്ലേ?
അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പെൻസസിൻ്റെ ആകത്തുകയാണ് കോസ്റ്റിംഗ് എന്നൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് കോസ്റ്റാണ്. കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ മുൻപ് ഒരു 10 വർഷം മുൻപ് നമ്മുടെ വീട്ടിലൊരു ഫാൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫാൻ നമ്മുടെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. 10 വർഷമായിട്ട് ഒരു ഫാൻ, അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് ഫാൻ ഉപയോഗിക്കുന്ന, ഒരേ ഫാൻ വലിയ കേടില്ലാതൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഫാനുകൾ കാണാം. അത് മിക്കവാറും ക്രോംപ്ടൻ്റെയും GCയുടെയൊക്കെ ഫാനുകളായിരിക്കും അല്ലേ. പക്ഷേ ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ആ ഫാനിൻ്റെയൊക്കെ ഒരു സൈസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്രോംപ്ടൻ്റെ അതേ കമ്പനിയുടെ ഒരു ഫാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടോറിൻ്റെ ഭാഗം വളരെ തിന്നായിരിക്കും. മനസ്സിലായോ? അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ക്രോംപ്ടൺ കമ്പനിയും അവരെന്ത് ചെയ്തു, കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള അവർ കണക്കാക്കുന്നു. കാരണം മുൻപത്തെ ഒരു ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റിനേക്കാൾ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, എങ്ങനെ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ആ പ്രോഡക്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ നമുക്കത് വിൽക്കാൻ സാധിക്കും എന്നുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ തിന്നായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ കോസ്റ്റ് കൺട്രോളിങ് നടത്താം എന്നുള്ളത് കൂടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എലിമെൻറ്റ്സ്, ആദ്യത്തെ എലിമെൻറ്റ് മെറ്റീരിയലാണ്, രണ്ടാമത്തെ എലിമെൻറ്റ് ലേബറാണ്, മൂന്നാമത്തെ എലിമെൻറ്റ് എക്സ്പെൻസാണ്. ഈ 3 എലിമെൻറ്റും കൺട്രോൾ ചെയ്താൽ എന്ത് കൺട്രോൾ വന്നു, കോസ്റ്റ് കൺട്രോളിൽ വന്നു അല്ലേ. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 3 എലിമെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, എക്സ്പെൻസസ് ആയിക്കോട്ടെ, ഇത് 3ഉം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ എലിമെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ നമ്മൾ തുടങ്ങുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊഡ്യൂൾ എന്താണ്, മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസിൻ്റെ പ്രധാനപ്പെട്ട അത് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു കൺട്രോൾ മെറ്റീരിയൽ എക്സ്പെൻസസ് ഓർ മെറ്റീരിയൽ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ എലിമെൻ്റ് എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ എലിമെൻ്റ് എന്ന് പറയുന്ന എലിമെൻറ്റിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ 3 എലിമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. 1 മെറ്റീരിയൽ, 2 ലേബർ, 3 എക്സ്പെൻസസ്. ഇതിലെ മെറ്റീരിയൽസിനെ അഗെയിൻ എന്ത് ചെയ്യാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ ടു കൺട്രോൾ അല്ലെങ്കിൽ ടു ഐഡൻറ്റിഫൈ ഇൻ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ പാർട്ടിനെയാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷർട്ട് മേക്കിങ്ങിൽ, ഷർട്ട് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ ഷർട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണി ഡയറക്റ്റ് മെറ്റീരിയലാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ അത് ആൻസറായിട്ട് നമുക്ക് എഴുതാം. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇപ്പം വുഡ് ഫർണിച്ചർ ഇൻഡസ്ട്രി, ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലെ മരം ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷർട്ട് മാനുഫാക്ചറിങ്ങിൽ തുണി ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാ ബക്കറ്റ് മാനുഫാക്ചറിങ്ങിലെ പ്ലാസ്റ്റിക് അത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ദാറ്റ് മെറ്റീരിയൽ ടു ഐഡൻറ്റിഫൈ ഇൻ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരിട്ട് ഉപയോഗിക്കാത്ത റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനറിക്ക് അല്ലെങ്കിൽ മെഷീനറി എന്ന സ്റ്റിച്ചിങ് മെഷീന് കൊടുക്കുന്ന ഓയിൽ, അത് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അത് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. പല സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീസ്, ഓയിൽ, ലൂബ്രിക്കൻ്റ് ഓയിൽ, ഇതൊക്കെ മെഷീൻ ഓയിൽ, ഇതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം റോ മെറ്റീരിയൽസിൽ തന്നെ നമ്മൾ പഠിച്ചെന്താണ്, ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ്റെ ഭാഗമാകുന്ന, ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റിൻ്റെ ഭാഗമാവുന്ന, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഭാഗമാവുന്ന മെറ്റീരിയൽസിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, അതല്ലാതെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഭാഗമല്ലാത്ത മെറ്റീരിയൽസിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നും പറയാം. വേണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ബ്രിക്ക് ഇൻഡസ്ട്രി, ഇഷ്ടിക ഉണ്ടാക്കുന്ന കളത്തിൽ കളിമണ്ണ് അല്ലെങ്കിൽ മണ്ണ് എന്തിൻ്റെ ഭാഗമാണ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ, അത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. അവിടെ തന്നെ ഉപയോഗിക്കുന്ന ചൂള വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന, കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക്, അത് റോ മെറ്റീരിയലാണ്. അതെന്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല. അത്തരം മെറ്റീരിയൽസിന് നമുക്ക് എന്തായിട്ട് പറയാം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഇനി ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നത്, ഈ മെറ്റീരിയൽസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൗ ടു കൺട്രോൾ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഹൗ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്കറിയാം. നമ്മൾ വീട്ടിലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ് അല്ലേ, നല്ല കൃത്യമായിട്ട് നമ്മൾ കുഴച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ മാവൊക്കെ കലക്കി വെച്ച് അത് കൃത്യമായിട്ട് എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ കൃത്യമായിട്ടുള്ള ദോശയുടെ നമ്പർ കിട്ടും അല്ലേ. പരിചയമില്ലാത്ത ഒരാളാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അത് കംപ്ലൈൻ്റ് ആയി അതിൻ്റെ മാവ് കേടുവന്നു. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലേ. അവിടെ ലോസ് ഓഫ് മെറ്റീരിയൽസ് വന്നു നമുക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രിയിലെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്ത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എഗെയിൻ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമുക്ക് 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, മെറ്റീരിയൽ പർച്ചേസ് കൺട്രോൾ. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യുക. എന്താ സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പല കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലേ. അതിൻ്റെ പർച്ചേസ് പ്രൈസ് നോക്കണം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കണം, അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് നോക്കണം. അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്തത് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. എങ്ങനെ സ്റ്റോർ ചെയ്യും അല്ലേ. സ്റ്റോറിങ്ങിന് പല ടെക്നിക്കുകളുണ്ട്, പല നല്ല രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല ടൈപ്പ് ടെക്നീക്സ് ഉണ്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടി ഈ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്റ്റോറേജ് ടെക്നീക്സ് എന്തൊക്കെയാണ്, അത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ഇഷ്യൂ കൺട്രോൾ. എങ്ങനെയാണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെയൊക്കെയാണ് അത് എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം സ്റ്റോർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വലിയൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്, സ്റ്റോക്ക് ലെവൽസ്. എങ്ങനെയാണ് സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നതാണ്, സ്റ്റോക്ക് ലെവൽസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫിഫോ ലിഫോ അനുസരിച്ചുള്ള മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിങ് സിസ്റ്റംസ്, അതാണ് ഫിഫോ സിസ്റ്റം, അതുപോലെ തന്നെ ലിഫോ സിസ്റ്റം, അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആവറേജ്, മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മെറ്റീരിയൽസ് എന്താണെന്ന് പഠിച്ചു. മെറ്റീരിയൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് മാത്രമാണ് പെടുന്നത്. പക്ഷേ നമ്മുടെ ഈ ചാപ്റ്ററിലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം വരുന്ന ഒരു ടോപ്പിക്കിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് വരുന്നത്. അതിലെല്ലാം വരുന്നു റോ മെറ്റീരിയൽസ് വരുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നു. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ശൃംഖലയാണ്, അല്ലെങ്കിൽ ഒരു വലിയ വൈഡ് സ്കോപ്പ്
സ്കോപ്പാണ് ഇവിടെ മെറ്റീരിയൽസിനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താണ് മെറ്റീരിയൽ കൺട്രോൾ ഓർ ഇൻവെൻറ്ററി കൺട്രോൾ എന്നുള്ള ഹെഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എയിം. അതെന്തിൻ്റെ ഭാഗമാണ്? മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ 3 എലിമെൻ്റ് ഉണ്ട്. മെറ്റീരിയലുണ്ട്, ലേബർ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ഈ 3 എലിമെൻറ്റിൻ്റെയും കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നു. ഇനി എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ? അതിൻ്റെ ഡെഫിനിഷനാണ്. മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഡെഫിനിഷൻ? മെറ്റീരിയൽ കൺട്രോൾ ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസിംഗ്, storing and consumption of material so as to maintain a regular and a timely supply of materials at the same time avoiding overstocking. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസിംഗ്, സ്റ്റോറിങ് ആൻഡ് കൺസംപ്ഷൻ ഓഫ് മെറ്റീരിയൽസ്. അത് എന്താണ്? സിസ്റ്റമാറ്റിക് കൺട്രോൾ ഏർപ്പെടുത്തുക. എന്തിലാണ്? പർച്ചേസിങ്ങിൽ, സ്റ്റോറിങ്ങിൽ, ഇഷ്യൂവിൽ, കൺസംഷനിൽ. മനസ്സിലായോ? സിസ്റ്റമാറ്റിക് കൺട്രോൾ ഏർപ്പെടുത്തുക. അതുമാത്രമല്ല, സോ ആസ് ടു മെയിൻറ്റെയിൻ എ റെഗുലർ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. അത് എന്ത് ചെയ്യുന്നതായിരിക്കണം? കൃത്യമായിട്ടുള്ള ടൈംലി സപ്ലൈ ഉറപ്പ് കൊടുക്കുന്നതായിരിക്കണം. എന്താ ടൈംലി സപ്ലൈ എന്ന് പറയുമ്പോൾ? അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറീസൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ ഫാക്ടറി ആകുമ്പോൾ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പർച്ചേസിങ് വേണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറേജ് വേണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺസംഷൻ വേണം. മാത്രമല്ല അതെന്ത് ഉറപ്പ് വരുത്തുന്നതായിരിക്കണം? ഒരു റെഗുലറായിട്ടുള്ള സപ്ലൈ ഉറപ്പോട് നമുക്ക് ആവശ്യപ്പെടുമ്പോൾ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് സ്റ്റോഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം കൂടി അവിടെ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള സപ്ലൈ ഉണ്ടായിരിക്കണം. അടുത്ത കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സപ്ലൈ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ എന്താണ്? ആൻഡ് അറ്റ് ദ സെയിം ടൈം അവോയ്ഡിങ് ഓവർ സ്റ്റോക്കിംഗ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈംലി സപ്ലൈ വേണമെന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് നമുക്ക് നടത്താൻ പാടില്ല. അപ്പോൾ കൃത്യമായിരിക്കണമല്ല. ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പണം അവിടെ ബ്ലോക്കായിട്ട് കിടക്കും. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായിട്ടുള്ള ഓവർ സ്റ്റോക്കിംഗ് ഇല്ലാതെ കൃത്യമായിട്ടുള്ള സപ്ലൈ ഉറപ്പുവരുത്തുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പർച്ചേസിങ്, സ്റ്റോറിങ്, അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള കൺസംഷനൊക്കെ ഉൾപ്പെടുത്തിയതാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പം അതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സിസ്റ്റം ഓഫ് പർച്ചേസിങ്, സ്റ്റോറിങ് ആൻഡ് എന്താണ് ഇഷ്യൂവൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താണ് ഇറ്റ്സ് എ കൺട്രോൾ ഓവർ എന്താണ് ഓവർ സ്റ്റോക്കിംഗ്. അത് ഓവർ സ്റ്റോക്കിനെതിരായിട്ടുള്ളൊരു കൺട്രോളിങ് പവർ കൂടി ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മെറ്റീരിയൽസ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽസ് കൺട്രോളിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഗുണം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്? മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് അതിലുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു എൻഷുർ റെഡി സപ്ലൈ ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്തിയാലാണ് പ്രൊഡക്ഷൻ ഫ്ലോ കൃത്യമായിട്ട് പോവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഫ്ലോ നമുക്ക് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക. ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഫോൾട്ട്? നമുക്ക് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് സ്ഥലം നമുക്കതിന് വേണ്ടി വരും, അല്ലേ? അപ്പോൾ ഓവർ സ്റ്റോക്കിംഗ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അലൗ ചെയ്യാൻ പാടില്ല. ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടായിരിക്കരുത്. ദെൻ ടു പർച്ചേസ് മെറ്റീരിയൽസ് ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. അതുകൊണ്ടാണ് എന്താണ് കൃത്യമായിട്ടുള്ള പർച്ചേസിങ് പോളിസി വേണമെന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ്. നമുക്കറിയാലോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അല്ലേ? നമ്മുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് വേണം.
പർച്ചേസ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ പർച്ചേസ് മെറ്റീരിയൽ ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി എന്നുള്ളതാണ് പറയുന്നത്. പർച്ചേസ് മെറ്റീരിയൽസ് അറ്റ് എ റീസണബിളി ലോ കോസ്റ്റ്, അല്ലേ? വളരെ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കുറവ് കോസ്റ്റിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് സെക്ടറിലൊക്കെ നമുക്ക് കൊട്ടേഷൻ റേറ്റിൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? 3 കൊട്ടേഷൻ കോട്ട് ചെയ്ത് അതിലെ ഏറ്റവും കുറവ് റേറ്റ് കോട്ട് ചെയ്യുന്ന സപ്ലയർ ആരാണോ ആ പ്രോഡക്റ്റ് മാത്രമാണ് നമുക്ക് വാങ്ങാൻ പാടുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോഡക്റ്റ് വലിയ വിലയ്ക്ക് വാങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഇത്തരം നിഷ്കർഷകൾ അവരുടെ പർച്ചേസിങ് വകുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉറപ്പ് കൊടുക്കുക. ടു മിനിമൈസ് ദ വേസ്റ്റേജ്, ഡാമേജ് ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽസ്, അല്ലേ? മെറ്റീരിയൽസിൻ്റെ വേസ്റ്റേജ്, ഡാമേജ്, ലോസസ് ഒക്കെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യാം, അല്ലേ? കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ പോളിസീസും കൃത്യമായിട്ടുള്ള എന്താണ് ലേഔട്ടൊക്കെ ഉള്ളൊരു ഫാക്ടറിയിൽ എന്ത് കുറവായിരിക്കും, പ്രൊഡക്ഷൻ മെറ്റീരിയൽ ലോസസ് വളരെ കുറവായിരിക്കും, അല്ലേ? മെറ്റീരിയൽ ലോസസ് നമുക്കറിയാലോ, ഒരു കുറച്ചായിട്ട് മെറ്റീരിയൽസ് നഷ്ടം വന്നാലും വലിയൊരു നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ലോസസ് മാക്സിമം എന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പോയിൻ്റ് കൂടി എവിടെയുണ്ട്. കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, അലോക്കേഷൻ കൃത്യമായിട്ട് നടക്കണം. ഇപ്പോൾ നമുക്കറിയാം ഒരു റോ മെറ്റീരിയൽ ഇരുമ്പ് പൈപ്പ് ആണെന്നിരിക്കട്ടെ, അല്ലേ? ഇരുമ്പ് പൈപ്പ് റോ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ചെറിയ പീസസൊക്കെ വേസ്റ്റ് വന്നൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എടുക്കേണ്ടായിരിക്കും, അല്ലേ? ഇനി ഗോൾഡാണ് നമ്മുടെ റോ മെറ്റീരിയൽ എന്നുണ്ടെങ്കിലോ ഗോൾഡ് ഇഷ്യൂ ചെയ്യുന്നത് അത്രയും അളന്ന് തൂക്കിയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുക, അല്ലേ? അത് പണിത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുകൊടുക്കുമ്പോഴും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അളന്ന് തൂക്കി ഒരു ചെറിയ മില്ലി വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അളന്ന് വയ്ക്കുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ലോസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, അല്ലേ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ടു അവോയ്ഡ് അബ്സലൻസ് ഓഫ് മെറ്റീരിയൽസ് കേട് വന്ന് പോകുന്നു ഒഴിവാക്കുക, അല്ലേ? അതിൻ്റെ ക്വാളിറ്റി കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റി, ഇപ്പോൾ നമ്മൾ തന്നെ വീടുകളിലൊക്കെ അരി വാങ്ങുന്നത് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം, അല്ലേ? ഇപ്പോൾ 75 കിലോ ആണ് ഒരു വലിയ ചാക്ക് അരിക്ക് വരുന്നത്, അല്ലേ? ആ 75 കിലോ ഒരു മാസം എടുത്തു വെച്ച് ഒരു മാസമോ 2 മാസമൊക്കെ അരി കേടുകൂടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അത് സാധിക്കും. അല്ലാത്ത ചെറിയ അണുകുടുംബങ്ങളാണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു മാസം കൊണ്ടൊന്നും അത്രയും അരി എന്ത് ചെയ്യുന്നില്ല, ചിലവാകുന്നില്ല. അപ്പോൾ അത് കേടുവന്ന് പോകാതെ, മെറ്റീരിയൽസ് കേടുവന്ന് പോകാത്ത രീതിയിലുള്ള പർച്ചേസിങ് ടെക്നീക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്, കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഏർപ്പെടുത്തണം, അല്ലേ? നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബെറ്റർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ടു കീപ്പ് റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ ട്രാൻസാക്ഷൻ നടത്തുന്നതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ടു പ്രൊവൈഡ് മാനേജ്മെൻറ്റ് വിത്ത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഓഫ് മെറ്റീരിയൽസ്, അപ്പോൾ മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകാൻ സാധിക്കും, അല്ലേ? കൃത്യമായിട്ടുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് അവൈലബിൾ ആണ്, അല്ലേ? ഇത്രയൊക്കെയാണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എസെൻഷ്യൽസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. എന്താണ് മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ എസെൻഷ്യൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ദർ ഷുഡ് ബി കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് മെറ്റീരിയൽ കൺട്രോളിങ്ങിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോപ്പറേഷനും കോർഡിനേഷനും തന്നെയാണ് എടുത്തു പറയത്തക്കത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, അല്ലേ? ഇതിനെ ഓർഡർ കൊടുക്കുന്നത് സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറിയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി സെൻട്രലൈസ്ഡ്. അടുത്ത കാര്യം സെൻട്രലൈസ്ഡ് പർച്ചേസിങ് നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്ററാണ്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയ
കമ്പനികളൊന്നും കുട്ടികളുടെ മനസ്സിലേക്ക് വരരുത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം റിലയൻസ് ലിമിറ്റഡ്. റിലയൻസിൻ്റെ കമ്പനിയാണെന്ന് വിചാരിക്കുക. റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽസ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ. റിലയൻസ് തന്നെ നമുക്കറിയാം പല സെഗ്മെൻറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പെട്രോ കെമിക്കൽ ഒരു വിഭാഗം, ഗ്യാസ് ആൻഡ് ഓയിൽസ് ഒരു വിഭാഗം, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്, പല സെഗ്മെൻറ്റുകളായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് തന്നെ. ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റുകളിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ ആവശ്യമുള്ള പർച്ചേസസ് അവരെന്ത് ചെയ്യുന്നു, സെൻട്രലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ സെൻട്രലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ സാധിക്കും, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും, ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ, ഒരു എൻറ്റിറ്റിയുടെ ഫുൾ പർച്ചേസ് സെൻട്രലൈസ് ചെയ്ത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും, അത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിരിക്കും. മൂന്നാമത്തെ പോയിൻ്റ്, ഓൾ ഐറ്റംസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ക്ലാസിഫൈഡ് ആൻഡ് കോഡിഫൈഡ്. എല്ലാ മെറ്റീരിയൽസും ക്ലാസിഫൈ ചെയ്യണം, അത് കോഡിഫൈ ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ ED ക്ലബിൻ്റെ ഭാഗമായിട്ട് ചില ഫാക്ടറികൾ സന്ദർശിക്കാൻ നമുക്ക് പോകാൻ സാധിച്ചു. ടീച്ചേഴ്സിനും കുട്ടികൾക്കും പോകാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നമുക്ക് കാണാനുണ്ടായി. ഞാൻ പേര് പറയുന്നില്ല. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ ടൈലില്ലേ, നമ്മുടെ മുറ്റത്തൊക്കെ പാകുന്ന വലിയ ഇഷ്ടികളില്ലേ ടൈല്, അതുണ്ടാക്കുന്ന ബേസാണ്, അച്ചാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അച്ചാണ് അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ റോ മെറ്റീരിയൽ പ്രധാനമായിട്ടും റബ്ബറാണ്. ആ റബ്ബർ റോ മെറ്റീരിയലാണ്. മാത്രമല്ല പല പ്രൊഡക്ഷൻ്റെ പല സ്റ്റേജിലും വളരെ അപകടകരമാവും വിധത്തിലുള്ള മെഷീനറീസാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തേക്ക് കടക്കുമ്പോഴൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു സ്ഥലത്തും ഒരു വേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം വളരെ കൃത്യമായി അടക്കി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ടുള്ള വെയ്റ്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റും അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ആണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓരോ മെറ്റീരിയൽസും ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം, അത് കോഡിഫൈ ചെയ്യണം. കോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് നമ്പർ, അതിന് പേര് കൊടുക്കണം. A, B അല്ലെങ്കിൽ A1, A2, A3 എന്നുള്ള എന്ത് ചെയ്യാം, ആൽഫ ന്യൂമറിക്കൽ കോഡ് കൊടുക്കാം. കൃത്യമായിട്ട് കോഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കണം ഓരോ മെറ്റീരിയൽസും. എന്താ കാരണം എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രോഡക്റ്റും വേർതിരിച്ചറിയാൻ സാധിക്കണം, എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ എന്ന് അറിയാൻ സാധിക്കണം. സ്റ്റാൻഡേർഡ് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ റിക്വസിഷൻ, ഇഷ്യൂ, റിട്ടേൺ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ്. എല്ലാത്തിനും സ്റ്റാൻഡേർഡ് റിക്വസിഷന് വേണ്ടി, അതായത് മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി, ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി, റിട്ടേൺസിന് വേണ്ടി ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഫോംസ് യൂസ് ചെയ്യണം. കുട്ടികൾ കൃത്യമായിട്ട് ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം നമുക്ക്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ചെക്കപ്പ് വേണ്ടതെന്ന് ചോദിക്കും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. എന്നിട്ട് അവിടെ അതിൽ ടിക്ക് ചെയ്യുകയാണ് ചെയ്യുക എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന്. ഒരു ഹോൾ ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി വലിയ ബുക്ക് എടുക്കും അല്ലേ. അതിൽ ഒരുപാട് ടെസ്റ്റുകൾ അവരെന്ത് ചെയ്യും, ടിക്ക് ചെയ്യും. അത് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാണ്. അതല്ലാതെ ഒരു ഫോം എടുത്തിട്ട് അതിൽ HDL അല്ലെങ്കിൽ എന്താണ് കൊളസ്ട്രോൾ അങ്ങനെ എഴുതി വിടുകയല്ല ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിപ്പ് എടുത്ത് അതിൽ അവർ എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി വിടുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമായി, അതിൽ തെറ്റ് വരില്ല. ഡോക്ടർ എഴുതിയിട്ടുള്ള കുറിപ്പ് വായിച്ച് നഴ്സിനോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ ഒരു തെറ്റ് വരുന്നില്ല. ഇവിടെയും അങ്ങനെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എന്ത് ചെയ്യണം, ഇഷ്യൂവിനായാലും ശരി, ഓർഡർ കൊടുക്കുന്നതിനായാലും ശരി, എല്ലാ കാര്യത്തിനും നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിൻറ്റഡ് ഫോം കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കണം. ദർ ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. അവിടെ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം മെറ്റീരിയൽസിന് വേണ്ടി. ദർ ഷുഡ് ബി ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ടു അവോയ്ഡ് തെഫ്റ്റ്, ഡിറ്റീരിയറേഷൻ, പിൽഫറേജ്, ഇവാപ്രേഷൻ എക്സെട്ര അല്ലേ. നമുക്കറിയാം പെട്രോൾ വാങ്ങി വെച്ച് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാങ്ങിയ ഒരു ഏരിയ അവിടെ ഉണ്ടായിരിക്കും, അവിടെ നിന്ന് കുറച്ച് താഴ്ന്നിരിക്കും. എന്താണ് അത്, ഇവാപ്രേറ്റ് ആയിട്ട് പോയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളും പ്രിഫറൻസസും ഉണ്ടാവണം.
എന്തെങ്കിലും തെഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദർ ഷുഡ് ബി പ്രോപ്പർ ഷെഡ്യൂളിംഗ് ഓഫ് മെറ്റീരിയൽസ്. കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കണം ഓരോ മെറ്റീരിയൽസിനും. ദർ ഷുഡ് ബി എ ഗുഡ് മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു വേരിയസ് ജോബ്സ് ഓർ പ്രോസസ്സസ്. ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും എന്താണ് ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡുകൾ തന്നെ എന്തായിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് വിട്ടു കൊടുക്കാം. ചില പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ടൈപ്പ് ഓഫ് ഇഷ്യൂ കൺട്രോളാണ്. 2 ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. അതിൽ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ സീനിയർ മാനേജർ സൈൻ വേണം. കാരണം എന്തായിരിക്കും, സിമ്പിൾ, അത് കോസ്റ്റ്ലി മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വേണം. ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഷുഡ് ബി ഫിക്സഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽസ്. EOQ നമ്മൾ ഫിക്സ് ചെയ്യണം. എന്താ EOQ? ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് കുട്ടികൾക്കത് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമുക്കിവിടെ വേണമെങ്കിൽ മനസ്സിലാക്കണമല്ലോ, അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ലളിതമായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ഒരു മാസം ഒരു 5 കിലോ അരി വേണം. ഒരു മാസം അല്ലെങ്കിൽ ഒരു 4 കിലോ അരി വേണമെന്ന് വിചാരിക്കാം. 4 കിലോ അരിയാണ് നമുക്ക് ആകെ ഒരു മാസം വേണ്ടു. അപ്പോൾ അതെങ്ങനെ മേടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ആഴ്ചയിൽ ഓരോ കിലോ അരി വെച്ച് മേടിച്ചാൽ മതി. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 ആഴ്ച കൂടുമ്പോൾ 2 കിലോ അരി വെച്ച് മേടിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 കിലോൻ്റെ ഒരു ബാഗ് വാങ്ങി കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ 1 കിലോ അരി വാങ്ങി കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസ, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കണക്കാക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ്. ഓരോ പ്രോഡക്റ്റിനും, എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഓരോ പ്രോഡക്റ്റിനും അത് സ്റ്റോറേജ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഓരോ പ്രോഡക്റ്റിനും കണ്ടുപിടിക്കണം. അടുത്ത 11ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം, മിനിമം ആൻഡ് റീഓർഡറിങ് ലെവൽ ഷുഡ് ബി ഫിക്സഡ്. ഓരോ പ്രോഡക്റ്റിനും മാക്സിമം ലെവലും മിനിമം ലെവലും റീഓർഡറിങ് ലെവലൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണത്? മിനിമം ലെവൽ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ താഴാൻ പാടില്ല. അതിനേക്കാൾ താഴ്ന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നിൽക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മ ചായപ്പൊടി കഴിഞ്ഞു, ചായപ്പൊടി വാങ്ങണം എന്ന് പറയുന്ന സമയം ചായപ്പൊടി കഴിഞ്ഞിട്ടല്ല അമ്മ പറയാം. ചായപ്പൊടി കഴിയാൻ ഇപ്പോൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപാണ് അമ്മയുടെ റീഓർഡർ ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ, 2 ദിവസത്തേക്കുള്ള ചായപ്പൊടിയാണ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മകൻ ചായല വാങ്ങി വരും എന്നുള്ള കൺസെപ്റ്റിലാണ് 2 ദിവസം മുൻപ് പറയുന്നത്. അത് കഴിഞ്ഞാലും നമുക്കറിയാം 2 ദിവസത്തിനുള്ളിൽ മോൻ എന്തായാലും ചായപ്പൊടി വാങ്ങിത്തരും. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു, അമ്മയുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് 2 ദിവസത്തെ ചായപ്പൊടി ഉള്ളപ്പോഴാണ് അമ്മയുടെ റീഓർഡർ ലെവൽ അല്ലേ. കുറച്ചുകൂടി താഴ്ന്നാൽ 1 ദിവസത്തെ ചായപ്പൊടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതാണ് മിനിമം ലെവൽ. അതിനേക്കാൾ താഴെ പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലായല്ലോ. മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഒരു കിലോ കൊള്ളാവുന്ന അല്ലെങ്കിൽ 1/2 കിലോ കൊള്ളാവുന്ന ഒരു ടിന്നാണെങ്കിൽ അതാണ് അമ്മയുടെ മാക്സിമം ലെവൽ. മനസ്സിലായോ. അപ്പോൾ ഇത് ഓരോ പ്രോഡക്റ്റിനും ഓരോ മെറ്റീരിയൽസിനും കൃത്യമായിട്ടുള്ള മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവലൊക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. 12ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ ഷുഡ് ബി ചെക്ക്ഡ് ത്രൂ എ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ റിക്വസിഷനും എല്ലാ ഇഷ്യൂവിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വേണം, അല്ലെങ്കിൽ റെക്കോർഡ്സ് വേണം അല്ല. ഇഷ്യൂ ചെയ്തതിന് ശേഷവും റിസീവ് ചെയ്തതിന് ശേഷമൊക്കെ ഇതുമായിട്ട് ഈ പ്രിൻ്റഡ് റെക്കോർഡായിട്ട് നമ്മുടെ ഇഷ്യൂവും അതുപോലെ തന്നെ റെക്കോർഡ്സൊക്കെ എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ കൺട്രോൾ ചെക്ക് സിസ്റ്റം. നമ്മൾ ഇൻവോയ്സ് നോക്കിയിട്ട് എത്ര ഐറ്റംസാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ, അതുപോലെ തന്നെ റിക്വസിഷൻ നോക്കിയിട്ട് എത്ര ഐറ്റംസാണ് പർച്ചേസ് ചെയ്തത്, എത്ര ഐറ്റംസാണ് വന്നത്. അതായത് മറ്റ് കള്ളത്തരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചെക്കിംഗ് സിസ്റ്റം വേണം. ആഡിക്വേറ്റ് മെറ്റീരിയൽ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. 14ാമത്തെ പോയിൻ്റ്, ദർ ഷുഡ് ബി എ പ്രോപ്പർ മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂ. പ്രോപ്പർ മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂ വേണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, FIFO മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ആദ്യം വരുന്ന സ്റ്റോക്ക് ആദ്യം കൊടുക്കുക എന്നുള്ളതല്ല അവിടെ.
അതാണ് പേര്. ആദ്യം വരുന്ന റേറ്റിനുള്ള സ്റ്റോക്ക് ആദ്യം വരുന്ന റേറ്റിന് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യണം അല്ലേ. റേറ്റ് മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിങ് ആണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ മെറ്റീരിയൽ ലോട്ട് മാത്രമല്ല അതേ വിലയും തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലും എന്ത് തന്നെയാണ്, ആ വില തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. കൃത്യമായിട്ടുള്ള റേറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് 15th പോയിൻ്റ്, റെഗുലർ റിപ്പോർട്ട്സ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇഷ്യൂഡ് ആൻഡ് റിട്ടേൺഡ് ടു സ്റ്റോർ ഷുഡ് ബി സെൻഡ് ടു ദ മാനേജ്മെൻറ്റ്. കൃത്യമായിട്ടുള്ള, ഇതിപ്പോൾ മാനേജ്മെൻറ്റിനെ അറിയിക്കണമെന്നുള്ളത് നമ്മൾ മാനേജ്മെൻറ്റിന് അതായിട്ട് ലെറ്റർ എഴുതല്ല. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്ത് ചെയ്യണം, നമ്മുടെ റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്, ആ കൃത്യമായിട്ടുള്ള റെക്കോർഡ് മാനേജർ കണ്ടിരിക്കണം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കണ്ടിരിക്കണം. അത് കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മാനേജർക്ക് അത് കൃത്യമായിട്ട് പാസ് ചെയ്തോളും, പക്ഷേ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ്, അപ്പോൾ ഇത് ഇത്രയും 15 പോയിൻ്റ് നമ്മൾ പറഞ്ഞത് എസെൻഷ്യൽസ് ഓഫ് മെറ്റീരിയൽ കൺട്രോളാണ്. മെറ്റീരിയൽ കൺട്രോളിന് അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് മേക്സ് അവൈലബിൾ റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇറ്റ് മേക്സ് അവൈലബിൾ ദ റൈറ്റ് ക്വാണ്ടിറ്റി ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് ക്വാളിറ്റി ഗുഡ്സ് കൃത്യമായിട്ടുള്ള സമയത്തിന് ഇത് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് അവോയ്ഡ്സ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ്. ഓവർ സ്റ്റോക്കിംഗ് ഇതെന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് അല്ലേ. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, ഇത് മെറ്റീരിയൽസിൻ്റെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു അല്ലേ. മെറ്റീരിയൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ ഇത് സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ഇൻ ദ യൂസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് മെറ്റീരിയൽസ് ലോസ് ഡ്യൂ ടു തെഫ്റ്റ്, പിൽഫറേജ്, ഡാമേജ് എക്സെട്ര. മെറ്റീരിയൽസിൻ്റെ ഡാമേജ് വന്നിട്ടോ അല്ലെങ്കിൽ തെഫ്റ്റ് മുഖാന്തരമൊക്കെയുള്ള നഷ്ടങ്ങൾ മാക്സിമം എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോറേജ് കോസ്റ്റ് ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കിയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല. സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കുന്ന സിസ്റ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാവുന്ന മെത്തേഡ്സേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രോംപ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. ഓരോ മെറ്റീരിയൽ സ്റ്റോക്കിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓഫ് റെക്കോർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. 8th പോയിൻ്റ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് പ്രൊഡക്ഷൻ ഡിലേയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പ്രൊഡക്ഷൻ ഡിലേയ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് നമുക്കുണ്ട്, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, അതിൻ്റെ കൃത്യമായിട്ടുള്ള അവൈലബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. പിന്നെ ഒരിക്കലും നിർത്തേണ്ട ആവശ്യം വരില്ല, തടസ്സപ്പെടുത്തേണ്ട ആവശ്യം വരില്ല, മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്തേണ്ടെന്നൊരാവശ്യം വരുന്നില്ല. ഇനി അടുത്തത് മെറ്റീരിയൽസ് കൺട്രോൾ ടെക്നീക്സ് ആണ്. എന്തൊക്കെ കൺട്രോൾ ടെക്നീക്സ് ആണ് മെറ്റീരിയൽസ് ഉള്ളത്, അതായത് മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നീക്സ് എന്തൊക്കെയാണ്. നമുക്ക് ഒന്നാമത്തെ ഇതിൽ 7 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. 7 പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കെന്തായാലും ഇപ്പം തന്നെ മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഓരോന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകാം. ഒന്ന്, സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റോക്ക് ലെവൽസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ. എന്താ മാക്സിമം സ്റ്റോക്ക് ലെവൽ? നമുക്ക് ബിൽഡിങ് ഇൻഡസ്ട്രിയാണ്, നമ്മുടെ ബിൽഡിങ് പണിയുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു സമയം നമ്മളൊരു 5 ലോഡ് സിമൻ്റൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്ലാന്റിൽ പണി നടക്കുന്നുണ്ട്, പക്ഷേ 5 ലോഡിലും കൂടുതൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സിമൻറ്റ് കട്ടയാവും. നമുക്ക് പണി അത്രയും എംപ്ലോയീസ് നമുക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ മാക്സിമം ലെവൽ ആരാ ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. മാക്സിമം ലെവൽ 5 ലോഡ് സിമൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ സിമൻറ്റ് കട്ടയാവും. സിമൻറ്റ് പിന്നെ കട്ടയായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മാക്സിമം. മിനിമം എന്ന് പറയുന്നത് 1 ലോഡാണ്. 1 ലോഡ് ഉണ്ടെങ്കിലാണ് മിനിമം എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? 1 ലോഡിനേക്കാൾ കുറവുള്ളൊരു ദിവസം ഉണ്ടായിക്കൂടാ. എന്താ കാരണം? വർക്ക് നിർത്തേണ്ടി വരും. വർക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടമാണ്. നമ്മുടെ ഒരു ദിവസത്തെ വർക്ക് പോകുന്നു, എംപ്ലോയീസിന് വേണ്ട എക്സ്പെൻസ് വരുന്നു, നമ്മുടെ ലോറികൾ, നമ്മുടെ വണ്ടികൾ, നമ്മുടെ ഫുൾ സിസ്റ്റം ഒക്കെ വെറുതെ ആവും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ലെവൽസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്, ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്.
അത് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് 2 ഐറ്റമേ പറഞ്ഞിട്ടുള്ളൂ. മിനിമം ലെവലും മാക്സിമം ലെവലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, മിനിമം ലെവലുണ്ട്, മാക്സിമം ലെവലുണ്ട്, റീഓർഡർ ലെവലുണ്ട്, ആവറേജ് ലെവലുണ്ട്, അങ്ങനെ കുറേ ലെവൽസ് വരെ ഉണ്ട്. ഡേഞ്ചർ ലെവലുണ്ട് കേട്ടോ, ഒരുപാട് ലെവൽസ് അതിനുണ്ട്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് EOQ, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. അതിൽ വ്യക്തമായിട്ട് ആ പേരിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്താ ഇക്കണോമിക്കലായിട്ടുള്ള അല്ലേ, കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഓർഡറിങ് ക്വാണ്ടിറ്റി. ഓർഡർ ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമൻറ്റ് കഴിഞ്ഞു, നമ്മൾ ഓർഡർ ചെയ്യാണ്, അതെത്ര വേണം? ഇപ്പോൾ തൽക്കാലം ഒരു 10 പാക്കറ്റ് കൊടുക്കുന്നു, അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? കൃത്യമായിട്ടുള്ള ഇക്കണോമിക്കായിട്ടുള്ള ഓർഡറിങ് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരട്ടോ, പഠിക്കും. നേരത്തെ നമ്മളൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു, അത് കണ്ടുപിടിക്കാം. 3, JIT ഇൻവെൻട്രി സിസ്റ്റം. JIT ഇൻവെൻട്രി സിസ്റ്റം ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയലാണ്, റോ മെറ്റീരിയലാണ് വെള്ളം അല്ലേ. വെള്ളം റോ മെറ്റീരിയലാണ്, അടുത്ത് പുഴ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈമാണ്. ആവശ്യമുള്ളപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം എടുത്താൽ മതി. മനസ്സിലായോ? ജസ്റ്റ് ഇൻ ടൈം. നമ്മുടെ ഒരു റോ മെറ്റീരിയലാണ് ഇഷ്ടിക ഉണ്ടാക്കുന്ന മണ്ണ്. നമ്മൾ പാടത്താണ് എടുക്കുന്നത്, നമ്മുടെ സ്ഥലം തന്നെയാണ് അല്ലേ. അവിടുത്തെ മണ്ണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അത്തരം സിസ്റ്റം. ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ മെത്തേഡ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, ഓൾവേസ് ABCയിൽ ദ മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് മെയിൻലി ഇൻ ടു 3 categories, ദാറ്റ് ഈസ് A, B ആൻഡ് C. ദെൻ A കാറ്റഗറി എന്ന് പറയുന്നത് വാല്യൂ കൂടുതൽ, ക്വാണ്ടിറ്റി കുറവ്. ഫോർ എക്സാമ്പിൾ ഗോൾഡ്. B കാറ്റഗറി എന്താണ്? വാല്യൂ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഈക്വൽ. ഇപ്പോൾ വെള്ളി, സിൽവർ. C കാറ്റഗറി ഇരുമ്പ്. മനസ്സിലായല്ലോ? ഇനി അതിന് കൺട്രോൾ എങ്ങനെ ഏർപ്പെടുത്തുക? C കാറ്റഗറി നമുക്ക് ഓവർസിയറുടെ സമ്മതം കിട്ടിയാൽ എടുക്കാം. ഇരുമ്പ് എത്ര വേണമെങ്കിൽ എടുക്കാം. അത് എഴുതിയിട്ട് ഓവർസിയർ സൈൻ ചെയ്താൽ എടുക്കാം. വെള്ളി ആണെങ്കിൽ എന്ത് ചെയ്യണം? സീനിയർ മാനേജറുടെ സൈൻ കിട്ടണം. ഗോൾഡ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ സൈൻ, GMൻ്റെ ഒക്കെ സൈൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇതാണ് വ്യത്യാസം. അപ്പോൾ കൃത്യമായിട്ടുള്ള കൺട്രോളിങ് ഏർപ്പെടുത്തുന്നു. 3 ടൈപ്പായിട്ട് മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്യുകയും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സിസ്റ്റം ABC അനാലിസിസ്. അടുത്തത് VED അനാലിസിസ്, വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഈ VED അനാലിസിസിൻ്റെ പ്രത്യേകത ABCയുടെ പോലെ വിലയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ഇപ്പോൾ നമുക്കറിയാം ചില മെഷീൻ പാർട്സൊക്കെ സ്വാഭാവികമായിട്ടും VED എന്ന് പറയുന്നത് സ്പെയർ പാർട്സ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ചില സ്പെയർസ് കിട്ടിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ അപ്പം നടത്തേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം ഐറ്റത്തിനെ വൈറ്റൽ, ഇതില്ലാതെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. വൈറ്റൽ. എസെൻഷ്യൽ, ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാം. അത്തരം ഐറ്റംസിന് എസെൻഷ്യൽ. ഡിസൈറബിൾ, ഒരാഴ്ച വരെയൊക്കെ പോവാം, അത് കഴിഞ്ഞിട്ട് കിട്ടിയാലും മതി. മനസ്സിലായല്ലോ? ഇങ്ങനെ മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം, കണ്ടിന്യൂസ് ഇൻവെൻട്രി സിസ്റ്റം. ഇപ്പോൾ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വർണ്ണപ്പീടികയിൽ വളയെടുക്കാൻ പോയി അല്ലേ, വള കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ടോട്ടലായിട്ട് വളയുടെ വെയിറ്റ് നോക്കും, നമുക്ക് തരും. വള എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് വീണ്ടും വെയിറ്റ് നോക്കും, വീണ്ടും അവിടെ എഴുതി വയ്ക്കും അല്ലേ. പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ് അല്ലേ. സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക? ഇൻവെൻട്രി ടേക്കിംഗ് സിസ്റ്റം ചെയ്യുക. ദെൻ 7 മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. മെറ്റീരിയൽ ടേൺ ഓവറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ തിയറി ടോപ്പിക്കാണ്. ഒരുപാട് തിയറി ടോപ്പിക്കാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ്, എന്താണ് റോ മെറ്റീരിയൽസ്, എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഡെഫിനേഷൻ എന്താണ്, മെറ്റീരിയൽ കൺട്രോളിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്താണ്, മെറ്റീരിയൽ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ടെക്നീക്സ് നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ചത്. ഇനി നമ്മളടുത്തത് ഓരോ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പർച്ചേസ് കൺട്രോളാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. ഈ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്തായാലും ആദ്യത്തെ 1, 2 അല്ലെങ്കിൽ 3 ക്ലാസ്സുകൾ തിയറി ക്ലാസ്സുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോബ്ലം ഉണ്ടായിരിക്കുള്ളൂ. ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.